നിങ്ങളൊരു വീട്ടിലേക്ക് കടന്നു പോയാൽ നിങ്ങൾ ആ വീട്ടുകാരോട് സലാം പറയണേ. നിങ്ങൾ അവരോട് കയറുന്നതിന് വേണ്ടി അനുവാദം ചോദിക്കണേ. അവൻ അനുവാദം തന്നാൽ മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് കയറാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറാതെ നിങ്ങൾ മടങ്ങണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. നിങ്ങളൊരു വീട്ടിൽ പോയാൽ നിങ്ങൾ സലാം പറ. രണ്ട്, നിങ്ങൾ അനുവാദം ചോദിക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പക്ഷെ ഇന്നത്തെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? അനുവാദം ഒന്നും ആരും ചോദിക്കൂല്ലടോ. ബെല്ല് പോലും അടിക്കാറില്ല. നേരെ അകത്ത് പോയി അടുക്കളയിൽ പോയി സലാം വലിക്കും. മനസ്സിലാക്കേണ്ടത്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ അനുവാദം ചോദിക്കാതെ, ഇത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചിലപ്പോ അവർ ഔറത്ത് മറച്ചിട്ടുണ്ടാകണമെന്നില്ല. സ്വന്തം വീടാ, ആരുമില്ല. ചിലപ്പോ തലേ തുണി ഇടണമെന്നില്ല. ചിലപ്പോ മാക്സി ഇങ്ങനെ പൊക്കി കെട്ടിയിട്ട് അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ അകത്ത് ആരുമില്ലാത്തത് കാരണം അവർ കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് കാണാൻ പാടില്ലാത്ത എന്തെങ്കിലും സാഹചര്യത്തിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറുമ്പോൾ, അതുകൊണ്ടാ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വീടിന്റെ മുന്നിൽ ചെന്ന് ബെല്ലടിച്ചിട്ട് വീടിന്റെ വാതിലിന്റെ മുന്നിൽ നിൽക്കാതെ മാറി നിൽക്കാൻ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ബെല്ലടിച്ചിട്ട് എന്ത് ചെയ്യണം? വീടിന്റെ വാതിലിൽ മുട്ടിയിട്ട് വാതിലിന്റെ നേരെ തന്നെ നിൽക്കരുതൊന്ന് മാറി നിൽക്കണം. കാരണം പെട്ടെന്ന് വന്ന് വാതിൽ തുറക്കാം. ചിലപ്പോ ആ സമയത്ത് എല്ലാവരും പണ്ടത്തെ പോലെ തലയൊക്കെ മറച്ചിട്ടായിരിക്കും. ഇല്ല, അതങ്ങനെ പടച്ചോനെ ജനലിൽ കൂടെ നോക്കാ ഒളിഞ്ഞ് ഇങ്ങനെ ബെല്ലടിച്ചിട്ട് നോക്ക, ആരെങ്കിലും ഉണ്ടോ? നമ്മൾ നോക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്